നമസ്കാരം പ്രിയമുള്ളവരെ, ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റ് അംഗീകരിക്കുമ്പോൾ, രണ്ടു സഭകളും അംഗീകരിക്കുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തേപ്പ് കിട്ടിയത് രണ്ടു പാർട്ടികളിൽ നിന്നാണ്. പ്രത്യേകിച്ചും JDU TDP. JDUവിന്റെ നേതാവായ നിതീഷ് കുമാർ, അതുപോലെ TDPയുടെ നേതാവായ ചന്ദ്രബാബു നായിഡു, ഇവര് ആ പ്രദേശത്തേക്ക് പള്ളികളിൽ സ്ഥിരം സന്ദർശകരായിരുന്നു. അവിടെ നോമ്പ് കഞ്ഞിയൊക്കെ കുടിച്ച് ഈദ്ഗാഹില് തൊപ്പിയൊക്കെ ഇട്ട് വന്ന് മുസ്ലിം പ്രീണനം നടത്തുവാൻ ശ്രമിച്ച ആളുകളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ക്രിസംഗികളെ പ്രീണിപ്പിക്കുവാൻ കേക്കൊക്കെ കൊടുക്കുന്നത് പോലെ പള്ളികളിലൊക്കെ പാഞ്ഞു നടന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഒപ്പം ഈദ്ഗാഹിലൊക്കെ പോയി മുസ്ലിം പ്രീണനം നടത്തിയ ആളുകളാണ്. പ്രത്യേകിച്ചും ബീഹാറിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. ബീഹാറിൽ ഈ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒന്നും BJP മത്സരിക്കില്ല, പകരം അത് JDUവിനാണ് കൊടുക്കുന്നത്. കാരണം JDUവും, അതായത് നിതീഷ് കുമാറിന്റെ പാർട്ടിയും അവിടുത്തെ മുസ്ലിങ്ങളും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. അവർ മിക്കപ്പോഴും കോൺഗ്രസിനെയും അത് RJDക്കും ഒന്നും വോട്ടിടാതെ JDUവിനാണ് അവർ വോട്ടിട്ടുകൊണ്ടിരുന്നത്. ഈ BJPയുടെ ഘടകകക്ഷിയാണെങ്കിലും JDUവിന്റെ നേതാവ് നിതീഷ് കുമാർ അവരെ പറ്റിക്കില്ല, തേക്കില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഇപ്പോൾ തെറ്റുന്നത്. വലിയ തേപ്പ് ആണ് കിട്ടിയിരിക്കുന്നത്. JDU വഖഫ് ഭേദഗതി ബില്ലില് BJPക്കൊപ്പം നിന്ന് മുസ്ലിം സമുദായത്തെ തേച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇതിലും വലിയ തേപ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം ഈ പൂഞ്ഞാറിലും ഈരാറ്റുപേട്ടയിലുമൊക്കെ പള്ളികൾ നിത്യസന്ദർശകനായിരുന്ന, പള്ളിയിൽ നിന്ന് ഈ കഞ്ഞി കുടിക്കുക മാത്രമല്ല വളരെ നേരത്തെ എത്തി അവിടെ ഈ പള്ളിക്കഞ്ഞിക്ക് ആവശ്യമായ വെജിറ്റബിൾ അരി കഴുകുകയും ഒക്കെ ചെയ്തിരുന്ന, അതിനുശേഷം കഞ്ഞി കുടിച്ച് എല്ലാവരും പോയതിനു ശേഷം ആ ചെമ്പും കഴുകി, ബിരിയാണി ചെമ്പുമൊക്കെ കഴുകി മൂടി വെച്ചിട്ട് മാത്രം പോകുമായിരുന്ന PC ജോർജിൽ നിന്ന് ഇതിനേക്കാൾ വലിയ തേപ്പ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത് വലിയ പ്രാധാന്യമുള്ളതായി തോന്നിയില്ല. കാരണം അദ്ദേഹം ഇതിനേക്കാളും വലിയ കമന്റുകളും വർഗീയ പരാമർശങ്ങളും ഒക്കെ ഈ സമുദായത്തിനെതിരെ നടത്തിയിട്ടുള്ളത് കൊണ്ട് അവർക്കത് വലിയ കാര്യമായി തോന്നില്ല. പക്ഷെ ഉത്തരേന്ത്യയിലെ സംബന്ധിച്ച് വലിയ തേപ്പാണ് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ചും VHPയുടെ ചില നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പേജുകൾ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അവർ പറയുന്നത്, VHP നേതാക്കൾ പറയുന്നത്, ബ്രിട്ടീഷുകാർ ഈ ക്രൈസ്തവ സഭകൾക്ക് പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുവാൻ പാട്ടത്തിന് കൊടുത്ത 99 വർഷത്തേക്കുള്ള പാട്ടത്തിനേക്ക് കൊടുത്ത ഭൂമികൾ അത് പാട്ടക്കരാർ റദ്ദാക്കി തിരിച്ചെടുക്കണം എന്ന നിർദ്ദേശം VHP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. എന്തായാലും പണി വരുന്നുണ്ട് അവറാച്ച എന്ന് തന്നെയാണ് വ്യക്തം. എല്ലാവർക്കും പണി വരുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം. എന്തായാലും മറ്റൊരു ചർച്ച കൂടി പുരോഗമിക്കുന്നുണ്ട്. ഈ വഖഫ് ഭൂമി സംബന്ധിച്ച്, അതായത് മുനമ്പത്തെ വഖഫ് ഭൂമി സംബന്ധിച്ച തർക്കത്തിൽ അത് പുതിയ നിയമ ഭേദഗതി പ്രകാരം അവിടെ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടും അനുകൂലമല്ല എന്നാണ്. അതായത് പുതിയ നിയമ ഭേദഗതി പ്രകാരം ഇനി ആ വസ്തുവകളുടെ ഉടമവകാശം വഖഫ് ബോർഡിൽ നിന്ന് മാറി അത് വഖഫ് ബോർഡിന് ആ ഭൂമി സംഭാവന ചെയ്ത സേഠിന്റെ അധീനതയിൽ എത്തും എന്നാണ്. അതായത് കൂടുതൽ സങ്കീർണമാകും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നടന്ന ചർച്ചകൾ, രസാവഹമായ ചർച്ചകളുണ്ട്. KC വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ പ്രസംഗമായിരുന്നു കൂട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയകരം. അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസിന്റെയും. KC വേണുഗോപാൽ സൂചിപ്പിക്കുന്നത് VHP എന്ന സംഘടന ഉണ്ടായതു തന്നെ ക്രൈസ്തവരെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് മാർപ്പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനം തടയുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് ഈ VHP എന്ന് പറയുന്ന സംഘടന ഉണ്ടായത്. ആ സംഘടനയാണ് ഇപ്പോൾ ക്രൈസ്തവ പ്രീണനവുമായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. ഉത്തരേന്ത്യയിലൊന്നും കാണിക്കാത്ത ക്രൈസ്തവ പ്രീണനം മിക്കപ്പോഴും ഉത്തരേന്ത്യയിൽ കേരളത്തിൽ നിന്ന് പോകുന്ന ഈ ആളുകൾ, അവിടെ വൈദിക വൃത്തി ചെയ്യുന്ന ആളുകളൊക്കെ വളരെ മൃഗീയമായി ആക്രമിക്കപ്പെടാറുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. രാജ്യത്ത് 10,000-കണക്കിന് കേസുകളാണ് ഈ ക്രൈസ്തവ സഭ ആക്രമിച്ചു, അതുപോലെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ചു എന്നതിന്റെ പേരിൽ സംഘപരിവാരങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗമാണ്. അദ്ദേഹം സുരേഷ് ഗോപിയെ രാജ്യസഭയിൽ വെച്ച് നമ്മുടെ എമ്പുരാൻ സിനിമയിലെ മുന്നയോട് ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ പേരിൽ ഈ BJP നടത്തുന്നത് മുതലക്കണ്ണീരാണെന്ന് പറയുന്നുണ്ട്. ഇന്നലെയും ജബൽപൂരിൽ ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള പുരോഹിതനെ ആക്രമിച്ചു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 200 പള്ളികൾ ഈ അടുത്ത ദിവസങ്ങളിൽ കത്തിച്ചു. അതുപോലെ സ്റ്റാൻ സ്വാമിയുടെ മരണം, തടവറയിൽ കഴിഞ്ഞ് BJP സർക്കാർ തടവറയിലാക്കിയ സ്റ്റാൻ സ്വാമിയുടെ മരണം
അദ്ദേഹം പുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി പറയുന്നുണ്ട്. വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് BJP കളിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അത് വളരെ ശക്തമായ കാര്യമാണ് അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ UP-യിൽ ഇത്തരം ഒരു വിഭജനത്തിന്റെ രാഷ്ട്രീയം BJP കളിച്ചിട്ടുള്ളതായി അറിഞ്ഞു. ഇത് മുസ്ലിം സമുദായത്തിലെ ഈ ഷിയ സുന്നി വിഭജനം നടത്തി ആ മുസ്ലിം വോട്ട് ബാങ്കുകൾ വിഘടീകരിച്ച് അവിടെ BJP നേടിയ വിജയം. ഒപ്പം തന്നെ ഗുജറാത്തിൽ ബോറി മുസ്ലിം, ഷിയ മുസ്ലിം ആ വിഭജനം, ബോറി മുസ്ലിംസ് BJP സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒരു വിഭജനത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കി. പക്ഷേ അതിനുശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഇവിടെ ഒരു അധികാരം നേടിയതിനു ശേഷം എല്ലാവരെയും ഒരുപോലെ BJP ടാർഗറ്റ് ചെയ്തു. അതൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ കേരളത്തിലെ ഈ മുസ്ലിം ക്രൈസ്തവ മതപുരോഹിതന്മാർക്കൊക്കെ പുറത്തുനിന്ന് ഒരുപാട് ഫണ്ട് വരുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കുന്നുണ്ട്. ഇരു സമുദായത്തിലെയും ഈ പൗരോഹിത്യം BJP സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു വസ്തു തന്നെയാണ്. കാരണം ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അവർ ഈ BJP അനുകൂല ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്നു. ആ സമുദായങ്ങളെ BJPക്ക് അനുകൂലമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ഈ പുരോഹിതന്മാരൊക്കെ എപ്പോഴും സേഫായിരിക്കും, ആദ്യ അധികാരത്തിൽ വന്നാലും സേഫായിരിക്കും. പക്ഷേ ഈ വേട്ടയാടപ്പെടുന്നത് ഈ മത അനുയായികളാണ് എന്നൊരു ചിന്ത ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശമാണ് ലോക്സഭയിൽ ഈ ജോൺ ബ്രിട്ടാസിൻ്റെയും ഒപ്പം ഈ KC വേണുഗോപാലിൻ്റെയും ഒക്കെ പ്രസംഗത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ വരികയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മനോഹരമായ ചർച്ചകൾക്ക് രാജ്യസഭയും ലോക്സഭയും സാക്ഷിയായി എന്നൊരു കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ചർച്ചയായ ഒരു സന്ദർഭം കൂടിയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കൂടുതൽ അവസരങ്ങൾ മറ്റുള്ളവർക്ക് നൽകിയായിരുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയം കൂടുതൽ വർഗീയവത്കരിക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം ഈ വഖഫ് നിയമ ഭേദഗതിക്ക് എതിരായി സംസാരിക്കുന്നത് കോൺഗ്രസ് ഒരു മുസ്ലിം സംഘടനയാണ് എന്ന ഒരു തെറ്റിദ്ധാരണ BJP സൈബർ ഇടങ്ങൾ ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വളരെ കണ്ണിങ്ങായിട്ട് തന്ത്രപൂർവ്വമായിട്ട് ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയതും കൂടുതൽ ശക്തമായ ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടകകക്ഷികളെ ആ ഉദ്യമം ഏൽപ്പിച്ചതും എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരികയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രതിപക്ഷം വളരെ നിർണായകമായ സ്വാധീനം തന്നെ ചെലുത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വാർത്തകളിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് വസ്തുത എന്തെന്ന് വെച്ചാൽ ഇനി ലക്ഷ്യമാക്കുക നേരത്തെ 99 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്ത ക്രൈസ്തവ സഭയുടെ അധീനതയിലുള്ള ചർച്ചുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിരിക്കും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. BHP നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി എന്ന വാർത്തയും പുറത്തു വരികയാണ്. എന്തായാലും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജയ് ഹിന്ദ്.